ബഷീർ ബഷി തിരിഞ്ഞു നോക്കുന്നില്ല ആദ്യ ഭാര്യയെ. കാര്യമറിഞ്ഞില്ലേ സുഹൃത്തുക്കളെ? ബഷീർ ബഷിയുടെ രണ്ടാമത്തെ ഭാര്യയായ മഷൂറയുടെ ഓൺലൈൻ ബിസിനസ് ആവശ്യവുമായി ബാങ്കോക്കിലേക്ക് പോയ ഇരുവരും. ഇത് സമൂഹത്തോട് പറഞ്ഞ സുഹാന വിഷമകരമായി ഈ വാർത്ത പങ്കുവച്ചെന്നും പാവം സുഹാന എന്തിനു വേണ്ടിയാണ് ഇനിയും അവിടെ തന്നെ നിൽക്കുന്നത്, ഇറങ്ങിപ്പോയി കൂടെ എന്നൊക്കെ പലരും അഭിപ്രായപ്പെട്ട വിഷയം. എന്നാൽ ഇതൊക്കെ എപ്പോൾ സംഭവിച്ചു എന്നാണ് സുഹാന പറയുന്നത്. തങ്ങളുടെ ഇടയിൽ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ നല്ല നിലക്ക് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എന്തിനാണ് ഞങ്ങളുടെ ഇടയിൽ ഇത്തരത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കി അടിപിടി ഉണ്ടാക്കുന്നത് എന്നാണ് ബഷീർ ബഷിയുടെ ചോദ്യവും. എത്ര ഗുരുതര തെറ്റാണ് ഇവർ ചെയ്യുന്നത് എന്ന് നോക്കൂ. ഒരിക്കലും സംഭവിക്കാത്ത ഒരു കാര്യം ഉണ്ടായി എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ഇത് മാറ്റുന്നതും, സ്വസ്ഥമായി സന്തോഷത്തോടെ സ്നേഹപരമായി ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് അവർ തമ്മിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനുള്ള സാഹചര്യത്തെ വരുത്തി തീർക്കുന്ന ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ നിയമപരമായി ബഷീർ ബഷിയും തൻ്റെ കുടുംബവും മുന്നോട്ടു പോയി. പ്രധാനമായും 3 പേരെയാണ് ഈ സുവർണ അവസരം നേടിയെടുക്കുവാൻ വേണ്ടി ബഷീർ ബഷി തിരഞ്ഞെടുത്തത്. ഒന്നാമതായി സഫീന ബീവി എന്ന റിയാക്ഷൻ വീഡിയോ മാത്രം ചെയ്യുന്ന ഒരു താത്തയെയാണ്. ഇനി ചേച്ചിയാണോ അറിയില്ല ഗെയ്സ്. എന്തായാലും ബഷീർ ബഷിക്ക് ഇവരുടെ പേര് തൻ്റെ സ്വന്തം നാവ് കൊണ്ട് പറയാൻ പോലും മടിയാണെന്നുള്ള കാര്യം ഈ വീഡിയോയിൽ വ്യക്തമാക്കി പറഞ്ഞു. എങ്ങനെയെന്നാൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ബഷീർ ബഷിയുടെ മുമ്പിലെങ്ങാനും ഈ ചേച്ചിയെ കിട്ടുകയാണെങ്കിൽ തുപ്പും, നിന്നെ ഞാൻ തൂറി എറിയും എന്നുള്ള ആ കോമഡി വാക്ക് പറഞ്ഞതുപോലെ അത്രയേറെ ബഷീർ ബഷി ഒന്ന് കാണാൻ പോലും വെറുക്കുന്ന ഇവർക്കെതിരെയാണ് ആദ്യമായി ബഷീർ ബഷി കേസുമായി മുന്നോട്ട് പോയത്. പിന്നെ റിയാക്ഷൻ കേരള എന്ന മറ്റൊരു ചാനലും. പിന്നെയുള്ളത് ഒരു മഹാൻ എന്നാണ് ബഷീർ ബഷി പറയുന്നത് അതുൽ വ്ലോഗ്. സർവരെയും ഇകഴ്ത്തി കാണിക്കുകയും മ്ലേച്ഛകരമായി തന്നെ വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഇയാൾക്കും ഈ സുവർണ അവസരത്തിൽ പങ്കുചേരുവാനുള്ള ഭാഗ്യം നൽകിയെന്നാണ് ബഷീർ ബഷി പറഞ്ഞത്. ഞങ്ങളെ ഒരിക്കലും ആർക്കും പിരിക്കാനാകില്ല. മത അടിസ്ഥാനത്തിൽ 4 വരെ കെട്ടാമെന്നുണ്ടല്ലോ, ഞാനിപ്പോൾ 2 കെട്ടിയുള്ളൂ എന്നുള്ള അഭിപ്രായവും വീഡിയോയിൽ ബഷീർ ബഷി പറഞ്ഞിരുന്നു. സത്യത്തിൽ ഇവരുടെ ഇടയിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായതുകൊണ്ടല്ല, ഇവരുടെ കോണ്ടന്റിന് അതിയായ റീച്ചുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ പലരും വീഡിയോ ചെയ്യുന്നത്. എന്നാലും ഇനി ബഷീർ ബഷിക്കും കുടുംബത്തിനുമെതിരെ വ്യാജ പ്രചാരണങ്ങൾ നടത്താൻ പലർക്കും കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പായി. ബഷീർ ബഷി ഈ അവസരത്തിൽ മിണ്ടാതിരിക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ ഇനിയും തുടർന്ന് പോയേനെ. എന്തായാലും നല്ലൊരു തീരുമാനമാണ് ബഷീർ ബഷിയും കുടുംബവും ഇപ്പോൾ എടുത്തത് എന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു. ബി ഫാമിലിയെ തകർക്കാനായി ശ്രമിക്കേണ്ട. അവർ 3 അല്ല 1 കാര്യം ചിന്തിക്കണം എപ്പോഴും. ലക്കി ആൾക്കാർ 3 പേരാണ്. ആ 3 പേര്, ഒന്ന് നമ്മുടെ ഷഫീന ബീവി, അറിയാലോ. ഷഫീന ബീവിയുടെ പേര് പോലും ഇന്നവരെ ഞാൻ പറയാൻ ആഗ്രഹിച്ചിട്ടില്ല, എന്റെ നാവാലെ പറയാൻ ആഗ്രഹിച്ചിട്ടില്ല. അത്ര എനിക്ക് താല്പര്യമില്ലാത്തൊരു സ്ത്രീയാണ്. അത്ര എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് അവരെ കാണാൻ പോലും ഇഷ്ടമല്ല. അതെ. അപ്പൊ പക്ഷെ എന്റെ പാവുണ്ട് അത് പറയേണ്ടി വന്നു, കാരണം നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടി. ഒന്ന് ഷഫീന ബീവിക്കെതിരെയാണ് കേസ് ഞാൻ ഫയൽ ചെയ്യണത്. പിന്നെയുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റഡ് ബൈ ഷഫീഖ് തിരൂരിനാണ്. മൂന്നാമത് വലിയൊരു മഹാനുണ്ട്. മൂന്നാമത്തത് അതുൽ വ്ലോഗ്സ്. അതുൽ വ്ലോഗ്സ് എന്ന് പറഞ്ഞ മഹാന്റെ വീഡിയോ പല ആൾക്കാരെയും വളരെ മ്ലേച്ഛമായ രീതിയിലും വളരെ തെറിയും അനാവശ്യം വൃത്തികേടുകളും ഒക്കെ പറഞ്ഞുകൊണ്ടിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. വായി തോന്നിയത് എന്തും വിളിച്ചു പറയാന്നുള്ള ഒരു സാരമുണ്ടല്ലോ, അത് വേണ്ട പോലെ. അപ്പൊ നമുക്ക് അതുൽ ആ തമ്മയിലൊക്കെ, അതായത് വായിച്ച് ആ തമ്മയിലൊന്ന് കാണിച്ചു കൊടുത്തേ. ബഷീർ തന്റെ ആദ്യ ഭാര്യ സുഹാനയെ തിരിഞ്ഞു നോക്കുന്നില്ല, ഭാര്യ രംഗത്ത്.